മേയറിനെ പറ്റി നമുക്ക് മുന്നേ തന്നെ അറിയാമല്ലോ, ഒരു പക്വതയില്ലാത്ത മേയറല്ലേ. അപ്പൊ അതിനെ പറ്റി നമുക്ക് അത്ര കെയർ ചെയ്യണ്ടോ? സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. പുള്ളിക്കാരത്തേക്ക് അത്രയും പെണ്ണിനോട് ഒരു അനാവശ്യമായിട്ടുള്ള പെരുമാറ്റം പെരുമാറിയതിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നടുറോഡിൽ തിരുവനന്തപുരം മേയറും MLA ആയ ഭർത്താവും കാണിച്ച VIP ഷോയിൽ അന്വേഷണം അട്ടിമറിക്കുകയാണ്. എന്ത് നിർദ്ദേശമനുസരിച്ചാണ് പോലീസിന്റെ ഈ അന്വേഷണം? മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ഡ്രൈവറെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ജനങ്ങൾക്കരികിലേക്ക് പോകാം, ജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള ഒരു യാത്രയിലേക്ക്. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രൻ മേയറും ഒരു KSRTC ഡ്രൈവറും തമ്മിലുള്ള വിഷയം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വിവാദമായിട്ട് വന്നൊരു കേസാണ്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ, ബസ്സിന് പോകാനുള്ള സൗകര്യം ആരായിരുന്നാലും കൊടുക്കണം. ബസ് പൊയ്ക്കോട്ടെ, കാർ പൊയ്ക്കോട്ടെ, ഓട്ടോ പൊയ്ക്കോട്ടെ. എന്തിനാണ് അവര് ഏത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവരായിരുന്നാലും ഒരാളിന്റെയും സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്തായാലും ആ കാർ ട്രാൻസ്പോർട്ടിന് കുറുകെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഇല്ലേ, അത് തെളിവായില്ലേ. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. അതാണ് മാറ്റിയത് ഡ്രൈവർ തന്നെയാണല്ലോ, അല്ലാണ്ട് വേറെ ആരും അല്ലല്ലോ. ഡ്രൈവർക്കല്ലേ അതിന്റെ ഉത്തരവാദിത്തമുള്ളൂ. ഡ്രൈവറുടെ ഇതിലിരിക്കണല്ലേ. അല്ല, അവിടെ നിന്ന് പുറമേ നിന്ന് നിന്നിരുന്ന ആളുകൾ എടുത്ത വീഡിയോസ് എല്ലാം ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. റിമൂവ് ചെയ്തതാണ്. അത് എനിക്കറിയാൻ പാടില്ല, അതിനെപ്പറ്റി എനിക്കറിയാൻ പാടില്ല. കണ്ടതിന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു പെണ്ണിനോട് ഒരു അനാവശ്യമായിട്ടുള്ള പെരുമാറ്റം പെരുമാറിയതിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് അത്രയും റിയാക്ട് ചെയ്യണ്ടായിരിക്കും തോന്നുന്നു. ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണോ തോന്നിയത്? ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ളതാണ്. പക്ഷെ കോടതി ഇപ്പൊ ഇന്നലെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, ഈ പറയുന്ന മേയർക്കും ഭർത്താവിനും എതിരെ കേസ് എടുക്കുന്നതിനായിട്ട്. അത് ഞാൻ വായിച്ചായിരുന്നു. അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? കാരണം അവര് പറയുന്നത് ബസ് ഡ്രൈവർ അശ്ലീല ചെവിയോടുകൂടിയുള്ള ആംഗ്യം കാണിച്ചു, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ല, അത് കാണിക്കാൻ പാടില്ലല്ലോ. അല്ല, അത് ജെന്യുവൻ ആയിട്ട് തോന്നുന്നുണ്ടോ അവര് പറഞ്ഞ കാര്യങ്ങള്? അത് നമുക്കറിയില്ല. ഡ്രൈവറുടെ കൂടെയാണ്. ഓക്കെ. ഈ പറയുന്ന മേയർ ചെയ്ത എല്ലാ രീതിയിലും ഇപ്പൊ കോടതി വിധി വന്നിട്ടുണ്ട്, മേയറിനെയും ഭർത്താവിന്റെയും പേരിൽ കേസെടുക്കാനായിട്ട്. അത് ഒന്നുമില്ല. അതിന് ആ മേയറിനെ പറ്റി നമുക്ക് മുന്നേ തന്നെ അറിയാമല്ലോ, ഒരു പക്വതയില്ലാത്ത മേയറല്ലേ. അപ്പൊ അതിനെ പറ്റി നമുക്ക് അത്ര കെയർ ചെയ്യണ്ടോ? ചെറിയ കുട്ടിയല്ലേ, ഒരു കുട്ടികളുടെ പക്വതയുള്ളോ. അപ്പൊ അതേമാതിരി അങ്ങനെ പൊക്കോളും, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അതിനെ പറ്റിയിട്ട് വലിയ വിഷയക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ പറ്റി മുന്നേ അറിയാലോ, പണ്ടുണ്ടായിട്ടില്ലേ, ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ലേ. അപ്പൊ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല.